അങ്ങനെ രാവിലെ ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ദേ അടയ്ക്കാക്കുരുവി പുഴുവിനെ കൊത്തിപ്പെറുക്കുന്നു. വീട്ടിൽ ഇഡലി സാമ്പാറും ആയതുകൊണ്ട് നമുക്ക് പടിഞ്ഞാപ്പുറത്ത് പോയി കഴിക്കാം. ഈ പടിഞ്ഞാപ്പുറം എന്ന് പറയുന്നതുകൊണ്ട് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വലിയാച്ചൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ വലിയാച്ചൻ്റെ വീട്ടിൽ പോകുന്നു, അതിനേക്കാൾ അധികം പടിഞ്ഞാപ്പുറത്ത് പോകുന്നു, പടിഞ്ഞാപ്പുറത്ത് കാണും എന്ന് പറഞ്ഞിട്ട് ദേ നോക്കുമ്പോൾ വലിയാച്ചനും നാരായണൻകുട്ടി ചേട്ടനും എന്തോ കൂലങ്കഷമായ ചിന്തയിലാണ്. ഭയ ഓക്കെ, എന്തേലും ആവട്ടെ, നമുക്കവിടെ ചെന്ന് ചേച്ചമ്മയുടെ ഇഡലി സാമ്പാറും വാങ്ങിച്ച് കഴിക്കാം. ഹും, ഇവിടുത്തെ ഇഡലി സാമ്പാറും വേണ്ട. അവിടെ ചെന്നപ്പം അവിടെ ഇഡലി സാമ്പാർ, പിന്നെ ഒന്നും നോക്കിയില്ല. ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ വീട് പണി നടക്കുകയാണ് കേട്ടോ. അത് ഏകദേശം കഴിയാറായി. നേരെ അവിടെ ചെന്ന് പത്രം എടുത്തു. നമുക്കിഷ്ടമില്ല, ഉറപ്പില്ല, പണവും ഇല്ല, പണിയുമില്ല. എനിക്കിട്ടെന്ന പോലൊരു ഡയലോഗ്. ചേച്ചിമ്മ ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ കയറി എൽ ജിയുടെ ടി വിയും കർത്താവും ചെത്തിപ്പൂവും ഒക്കെ ഒരു നെസ്റ്റും ആണല്ലോ. അവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോയി അവിടുന്ന് അമ്മൂനെക്കൊണ്ട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പണ്ടൊക്കെ പടിഞ്ഞാപ്പുറത്തുനിന്ന് കാപ്പി കുടിക്കാൻ പോകും. എന്ത് വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാപ്പിയാണെങ്കിൽ. വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ അധികം പോകാറില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചകിരിപിരുത്തമൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ വീണ്ടും വീട്ടിലേക്ക് പോയി. നല്ലൊരു ദിവസവും പഴയ കുറേ ഓർമ്മകളും ഓർക്കാൻ പറ്റി കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചകിരിപിരുത്തം ഉണ്ടായിരുന്നു. ഞാനും തമാശയ്ക്ക് പിരിച്ചു നോക്കിയിട്ടുണ്ട്. ദേ ചക്കക്കുരു, ആൽമൂത്തി ചെയ്ത് കിടക്കുന്ന തണങ്ങും പാള, അതായത് നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ ആള്. അങ്ങനെ വല്യാച്ചനോട് പോയി പറഞ്ഞ് വീട്ടിലെത്തിയപ്പം ഉഷ ചേച്ചി വർഷങ്ങൾക്ക് മുമ്പ് അടേന്യത്തിൻ്റെ ചെടി പൂത്തിരുന്നു. അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു കട്ടുക്ക് മണിയോളം ചെറിയൊരു തൈയായിരുന്നു. 6-6.5 വർഷം എടുത്തു ഇതൊന്ന് പൂക്കാൻ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈമുണ്ട്.